ആദ്യമായിട്ടാണ് രവിസാറിന്റെ അകത്തൊരു നാമൊക്കെ കാണാം. ഇത്രയും നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ഇന്റർവ്യൂ തരില്ല. സാറ് ഒരു ഇന്റർവ്യൂ വീട്ടിലേക്ക് വിളിച്ചു. ഷാർപ്പ് 5 o'clock. ഞാൻ പറഞ്ഞപ്പോ 5:05 സാർ എവിടെയാണ്? ഞാൻ ഓൺ ദ വേ ടു പനമ്പള്ളി നഗർ. 5:05 5 മണിക്കൂറുള്ള ഒറ്റ പോയി. 5:05 5:15 വന്നു കേട്ടാ. അത് കൂടെ പറയട്ടെ. ഇതെന്താ അറിയാമോ, ഞാൻ തുടക്കത്തിൽ എല്ലാവരുടെ പേരൊക്കെ ഓക്കെ മാറിപ്പോയിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഈ തൊട്ട് മുമ്പോട്ട് കോസ്റ്റ്യൂം മാറിയിട്ടൊന്നും. പക്ഷെ എന്തോ കുറച്ച് നാളായിട്ട് സ്പാ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ്. ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് ഞാൻ വിളിച്ചപ്പോൾ പനമ്പള്ളിയാറിലുണ്ട്, കലൂരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായിരിക്കും ഇത്തിരി നല്ലത്? സാർ കലൂര് വരും, അവിടെ ആരും സംശയിക്കില്ല, തൊട്ടടുത്ത് ഓഫീസ്. ടൈറ്റിലിന്റെ പോലെ തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ എവറിബഡി ഹാസ് ഡിഫറെന്റ് വ്യൂസ്, വേറെ ഇൻപുട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സ്പായിൽ വന്ന് നിങ്ങൾ റിലാക്സ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഒരു റെജുവിനേഷൻ തെറാപ്പി നിങ്ങൾക്ക് തിയേറ്ററിലൂടെ ലഭിക്കും. അതാണ് സ്പായുടെ ഒരു പ്രത്യേകത. ബസ് പിടിക്കാത്ത ഒരു സാധാരണക്കാരന് when he goes through all this thing, അതിന് ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ പടം ചെയ്യുന്ന സമയത്ത് എല്ലാം സ്ട്രിക്റ്റ് ആണ്, കാരണം പട്ടാളം വെടിവെപ്പോ അപ്പൊ ഞാനും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അത് പടത്തിനകത്ത് കാണുകയും ചെയ്യും. സ്പായുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനൽ സ്പായിൽ തന്നെയാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് ഇതിന്റെ സെറ്റ് വർക്കാണെന്ന് പോലും അറിയുന്നത്. കാരണം അത്ര നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ഒരു സ്പായുടെ ഉൾവശം അത്രയും മനോഹരമായിട്ട് ഉണ്ടായിരുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നമ്മുടെ സ്വന്തം എബ്രു ഷൈൻ സാറിന്റെ സ്പാ മൂവി വിശേഷമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓൾ ടൈം വെൽക്കം ടു അവർ ഷോ. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ ഞാൻ പേടിച്ചുറങ്ങുന്നത്. ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും അടിപൊളിയാട്ടോ. ഒരു ഇത്ര ആൾക്കാരത് മാത്രമല്ല, ഒരു എല്ലാത്തിനും ആംബിയൻസ് ഒക്കെ എന്നാലും കൊള്ളാം. നൈസ്. എല്ലാവരും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈ മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെച്ച് ഈ ആംബിയൻസ് ഏത് സ്പായിലാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ആർക്കെങ്കിലും പരിചയം പോവാത്തുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പോയേക്കുന്ന സ്പാ അല്ല ശരിക്കും. ഓക്കെ, അയ്യോ അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ എല്ലാവർക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകളെ ഒരേ ടൈം എന്റർടൈൻ ചെയ്ത് ഇങ്ങനെ ഫുൾ ഓൺ ആക്കുന്ന ഒരാൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്വന്തം സമുദ്രയുടെ പ്രോഗ്രാമിൽ വരുമ്പോൾ ഒരു വല്ലാത്ത എനർജി നമുക്ക് വരുന്നത്. അപ്പൊ സമുദ്ര, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഓളം ഉണ്ടാക്കി തരാമോ? ഒരു രണ്ടുപേരും പാർട്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സെറ്റാ. എല്ലാവരും സിറ്റുവേഷനിൽ ഞാനിപ്പോ ഒരു അർത്ഥമുള്ള പാട്ട് പാടാം. ഓക്കെ, അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ വെച്ചിട്ട് അതെ, പാട്ട് പഴയൊരു പാട്ടാണ്. ഓക്കെ. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്, പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, കെട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണിതൻ കോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ, പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല.
അപ്പൊ മനുഷ്യനെ കാണണമെങ്കിൽ സ്മൈൽ വരണം. അതെ അല്ല ഫൈനലി കണ്ടോ എന്നിട്ട് ഇത്രയും പേരെ കൂട്ടിണ്ടല്ലോ. നമ്മള് മനുഷ്യരല്ലേ, കഴുകന്മാരാന്ന്. എല്ലാവരെയാണ് ഉദ്ദേശിച്ചത്. ആ പട്ടിലെല്ലാം ഉണ്ട് മച്ചാനെ, അല്ല, അവന് അർത്ഥമുള്ള ഒരു പാട്ടല്ലേ എല്ലാം ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഈ സെറ്റിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും ഫുൾ ഓളം തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു. അടിപൊളി. വിനയേട്ടൻ്റെ നമുക്ക് ഡയലോഗ് ഡെലിവറി പല സിനിമയിലും നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നും. ശരിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെറുപ്പം മുതലേ എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന ഒരാളാണോ? വീട്ടുകാർ വെച്ചു കുറവാ, ഇഷ്ടപ്പെടുന്നത് കുറവാണ്. ഉണ്ട്, മതി, അത് മതി. സുഹൃത്തുക്കളെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കുന്ന ആളാണ്. സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചില്ലല്ലോ? അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം. ആ ചെറുപ്പക്കാരനാ, അതാണ് തങ്കപ്പെട്ട മനസ്സ്. അല്ലല്ല, അത് നന്നായി പറഞ്ഞത് നന്നായി. ഇപ്പോഴാ പലർക്കും അറിയുന്നത്. ഇതിൽ ഓക്കെ, ഇതിലൊരു സിനിമയിലേക്ക് വരാം. അപ്പൊ സ്പാ നമ്മുടെ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്തായാലും കിച്ചുവേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കിച്ചുവേട്ടന്റെ ക്യാരക്ടർ? എല്ലാരും തന്നെ കേട്ടോ. ഓക്കെ, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സ്പായാണ് ഇതിന്റെ മൊത്തത്തില്. ഇപ്പൊ എബ്രിൽ സാറിന്റെ നമുക്ക് എല്ലാ വർക്കുകളും എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ ഹീറോ ബിജു കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേഷനിൽ കസേരയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു സ്റ്റേഷനിൽ രാവിലെ തൊട്ട് രാത്രി വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും A to Z കറക്റ്റ് നമുക്കത് കിട്ടും. ആ സിനിമ ചെയ്തേക്കുന്ന വർക്കുകളെല്ലാം എടുക്കുകയാണ് അങ്ങനെ തന്നെ. അപ്പൊ ഇതിലും ഒരു സ്പാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ടേക്കുന്ന എല്ലാ മേഖലകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനിലെ സീൻസ് പറഞ്ഞു, ഒരു സ്പായിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വെറൈറ്റി ഉണ്ട്. ജോലികളിലായാലും കാഴ്ചപ്പാടിലായാലും വ്യത്യസ്ത രീതികളാണ് വരുന്നത്. ഓക്കെ, ഓരോരോ കാരണങ്ങളും സിറ്റുവേഷനുകളുണ്ട് വരുന്ന ആൾക്കാർക്കും എല്ലാം. അപ്പൊ അതെല്ലാം ഇതിൽ വേറെ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? സാർ നമസ്കാരം. സാറിന്റെ വർക്കുകളിലൊക്കെ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ പറയാൻ പോകുന്നത് അത് തന്നെയാണ്. സാർ ചെയ്തേക്കുന്ന എല്ലാം നമുക്ക് അറിയാം. സാറിന്റെ ഇത്രയും പെണ്ണുങ്ങൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. അത് കറക്റ്റ്. എന്റെ ദൈവമേ, കാണാം. ശരിക്കും ആദ്യമായിട്ടാണ് രവി സാറിന്റെ അകത്തൊരു നാമൊക്കെ കാണാം. എനിക്ക് ഇന്റർവ്യൂ തരില്ലല്ലോ. ഓക്കെ, രവി സാർ, നമുക്ക് സാർ ചെയ്തേക്കുന്ന ക്യാരക്ടറുകളിലെല്ലാം നമുക്കറിയാം രവി സാറിന്റെ ഭാഗത്ത് ഇന്നതാണ് വന്നത്. സ്പായില് രവി സാർ എന്താ ചെയ്യാൻ പോണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. സ്പായില് തന്നെ ടോട്ടലി 180 ഡിഗ്രി ഓപ്പോസിറ്റ് ടു എന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു മസിൽ പിടിച്ച ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്റ്റിഫായിട്ട് നിൽക്കുന്നതിൽ നിന്നൊരു മാറിയിട്ട് ഒരു സാധാരണക്കാരൻ, എല്ലാ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് പലപ്പോഴും ഭാര്യയെ പേടിച്ചിട്ട് ഒതുക്കി വയ്ക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ചിട്ട് ഒതുക്കി വയ്ക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, ഒരു ശകലം ഫ്രീഡം കിട്ടിയപ്പോൾ 90 മിനിറ്റ് ഓഫർ ചെയ്യുമെങ്കിലും വേണ്ട, അത് 60 മിനിറ്റ് മതി എന്നും പറഞ്ഞ് കയറി ചെല്ലുന്ന ഒരു വ്യക്തി. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പുറത്ത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നീ പടം കണ്ടിട്ട് കണ്ടാവും, അപ്പൊ മനസ്സിലാവും. കംപ്ലീറ്റ് ലൂസ് ക്യാരക്ടറാണ്. ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസിൽ പിടിക്കാത്ത ഒരു സാധാരണക്കാരന് വെൻ ഹി ഗോസ് ത്രൂ ഓൾ ദിസ് തിങ്, അതിൽ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതല്ലേ ഈ ഷൈൻ എപ്പോഴും ക്യാരക്ടർ തരുന്ന സമയത്ത് അതിനകത്തേക്ക് ഹീൽ ഡു ദ ജസ്റ്റിഫിക്കേഷൻ ടു ദാറ്റ് തിങ്. ഒരു ഡിഫറൻസ് ഹി വാണ്ടഡ്, അത് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഷൈൻ അങ്ങനെ വിളിച്ചത്. ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ സാറ് അല്ല, അതവിടെ മാറിയത്. അപ്പം അത് കാണാം അതിനകത്ത്. സോ ദാറ്റ് ഈസ് വൈ ആസ് യു ആസ്ക് മീ, അവിടെയൊക്കെ സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവിടെ ഞങ്ങളൊരു അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ പോയ റൂമിനകത്ത് ഷൈനോ അല്ലെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ മോണിറ്ററായിട്ട് വേറെ എവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ അഭിനയിക്കുന്നു പോകുന്നു, പിന്നെയാണ് അറിയുന്നത്. യെസ്, ഇറ്റ് വാസ് ഗോയിങ് ഓൺ ആൻഡ് ഇറ്റ് വാസ് റിയലി ഫൺ. ആ ഫണ്ണ് സിനിമയ്ക്കകത്ത് എപ്പോഴും എൻ്റെ ഗുരുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, എടാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിൻ്റെ ലൊക്കേഷനിൽ നീ എങ്ങനെയാണോ അത് സിനിമയ്ക്കകത്ത് കാണുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുമ്പോൾ അതായിരിക്കും നിൻ്റെ സിനിമയിൽ കാണുന്ന. ചേട്ടൻ പറയുന്ന കിലുക്കൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് മൂപ്പർ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ചിരിച്ച് കളിച്ച് പോകുന്നുണ്ട്. ആ പടത്തിനകത്ത് കംപ്ലീറ്റ് കാണുന്നുണ്ട്.
ഞാൻ വെച്ചാൽ ഞാൻ പടം ചെയ്യുന്ന സമയത്ത് എല്ലാം സ്ട്രിക്റ്റ് ആണ്, കാരണം പട്ടാളം വെടിവെപ്പ് അതായത് അപ്പൊ ഞാനും സ്ട്രിക്റ്റ് ആണ്, അപ്പൊ അത് പടത്തിനകത്ത് കാണുകയും ചെയ്യും. അപ്പൊ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, ഞാൻ വിട്ടു. ഞാൻ തുടക്കത്തിലെ എല്ലാവരുടെ പേരൊക്കെ ഞാൻ മാറിപ്പോയിരിക്കും. ഇവരെല്ലാവരും തൊട്ട് മുമ്പ് ഒരു കോസ്റ്റ്യൂം മാറിയിട്ടു. ബ്ലാക്ക് മേജർ എല്ലാവരും പണി വന്നു. ലിസ്റ്റ് നോക്കി Avrit sir's project is Spa. Subtitle പോലെ തന്നെ it is actually a very interesting topic. If you have noticed, posters എല്ലാം ഒരു mixed match of spice and action and I don't know what all. ഞാനും ആസ് എൻ ഓഡിയൻസ് കാണാതിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ എനിക്ക് പുതിയൊരു ക്യാരക്ടർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഐ ഡിഡ് എ ന്യൂ ക്യാരക്ടർ, ന്യൂ വേ ഓഫ് ടോക്കിംഗ്, ന്യൂ വേ ഓഫ് എനാക്ടിങ് ഇറ്റ്. ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒബ്വിയസ്ലി സാറുടെ സെറ്റിൽ ആയതുകൊണ്ട് ഐ ഹാഡ് ലിറ്ററലി എ ലോട്ട് ഓഫ് സ്പേസ്. അത് ഇംപ്രൂവൈസ് ചെയ്യാൻ, അത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ടായിരുന്നു. സ്പാ ആസ് എൻ ഓഡിയൻ, though I have acted in it, പക്ഷേ I am also waiting to see the masala that we have with this ആ ടൈറ്റിലിന്റെ കൂടെ ഉള്ള ഒരു അതുണ്ടല്ലോ. What is going to happen we'll see on Feb. ഓക്കെ. എന്തായാലും ഇതില് ഇപ്പൊ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, എല്ലാവരും അത്യാവശ്യം സ്പാലൊക്കെ പോയിട്ടുള്ളതല്ലേ? നമുക്ക് അല്ലെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു സർവീസ് കിട്ടിയ സ്പാ എവിടെയായിട്ടാ തോന്നിയത്? നമ്മുടെ നാട്ടിലാണോ പുറത്താണോ? പുറത്താണ്. പൂജിത പുറത്ത് എവിടെയാണ്? Thailand, Bali, Vietnam, wherever you go, it's like it's a part of their culture also. Like getting like massages, because as നമ്മുടെ complete nervous system, it's a rejuvenation for your entire body. അപ്പോൾ അത് എടുക്കുന്നത് I think is mandatory for everybody. I think it's very important. With you, right? Yeah, completely. അപ്പോൾ so yeah, whenever ഞാൻ travel ചെയ്യുമ്പോൾ definitely take ഇവിടെയും എടുക്കാറുണ്ട്. പക്ഷേ I feel അതിന്റെ രീതികൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് അറിയുന്നത് I think it's for people abroad. പുറത്താണ്. പക്ഷെ ഈ സ്പായിലൊക്കെ പോകുന്നത് നല്ലതാണ്. പക്ഷെ എന്തോ കുറച്ച് നാളായിട്ട് സ്പാ എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ്. ഇപ്പം ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് ഞാൻ വിളിച്ചപ്പോൾ പനമ്പിള്ളിയാറിലുണ്ട്, കലൂരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായിരിക്കും ഇതിന് നല്ലത്? സാർ കലൂർ വരും, അവിടെ ആരും സംശയിക്കില്ല, തൊട്ടടുത്ത ഓഫീസിൽ. ഞാൻ നമ്പർ അപ്പൊ ഞാൻ നമുക്ക് സ്വാഭാവികമായിട്ട് വിളിച്ച് ചോദിക്കുമല്ലോ ഇത് എന്താ സംഭവം എന്ന് പറയാം. അതുണ്ടാവുന്നതായിരിക്കും ഇത്. പക്ഷേ സാറിന്റെ ഒരു സ്പായ അതാണ് ആ നടക്കുന്ന സംഭവങ്ങളൊന്നുമില്ലത് അല്ല, അല്ലാത്ത യാതൊരൊന്നുമില്ല. ആ ടേമിനൊരു സ്റ്റിഗ്മ ഉണ്ട് ഫോർ ഷുവർ ഇൻ ദ സൊസൈറ്റി. അതുകൊണ്ടാണ് ലൈക്ക് ഇപ്പം ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ എവ്രിബഡി ഹാസ് ഡിഫറെന്റ് വ്യൂസ്, വേറെ ഇൻപുട്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബട്ട് ദെൻ ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്രോജക്റ്റ് ഇസ് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഇതിൻ്റെ ഒരു വേറെ ഒരു ആസ്പെക്ട് കാണിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈക്ക് എനിക്ക് പറയാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ പോസ്റ്റേഴ്സ് ആർ ഡിഫറെന്റ്, പ്ലസ് റിലീസ് ചെയ്ത പാട്ട് ഇവിടെ മറ്റേ ഇഫ് യു ഹാവ് സീൻ ദ ലവ് സോങ് അങ്ങനത്തെ ഒക്കെ സബ്ജക്ട് ലൈക്ക് ഒബ്വിയസ്ലി ആശ്വര്യ ബിജു ലൈക്ക് സാറുടെ ഫോമർ മൂവിയായിരുന്നു ആശ്വര്യ ബിജു. അതിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ വൈബ് അല്ല. സോ ഫോർ ഷുവർ സ്പായുടെ അകത്തും വിൽ ഫോർ ഷുവർ ഇസ് ഗോയിങ് ടു ഷോ a different aspect of spa. നമ്മളിപ്പം ഹഷ് ഹഷ് ആയിട്ട് സംസാരിക്കുന്നതെല്ലാം ചിലപ്പോൾ ഇറ്റ് വിൽ ബി ലിറ്റിൽ മോർ വോക്കൽ ഇസ് വാട്ട് ഐ ഫീൽ. തീർച്ചയായിട്ടും. നമ്മുടെ ആ പാട്ട് സീൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പഴയ സിനിമേനെ പുതിയതാക്കിയാണോ പുതിയ സിനിമേനെ പഴയതാക്കിയാണോ എന്ന് അറിയില്ല, എന്തായാലും സംഭവം കലക്കിന്ന് പറഞ്ഞു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ള ക്യൂരിയോസിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി എന്താണ് അടുത്തത്, എന്താണ് എന്തൊക്കെയോ അതിൽ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും അടിപൊളി. അതിലൊരു ഞങ്ങളിപ്പോ അത് കാണിച്ചു അതായത് ആക്ച്വലി നേരത്തെ മുതൽ ഇങ്ങനെ ഒരു ട്രാവൽ ഭ്രാന്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടിയത് നമ്മുടെ ഈ കോവിഡിന്റെ ഒരു ബ്രേക്ക് വന്നല്ലോ, അതിനുശേഷമാണ് ഇത്തരം യാത്രകൾ കൂടിയത്. അപ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ പുതിയ സിനിമ കണ്ടു എന്ന് പറയുന്നതിന് പകരം ഞാൻ സാറിന്റെ പുതിയ റീല് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാ പുതിയ സിനിമ എന്ന് ചോദിക്കുമ്പോൾ ഏതാ പുതിയ റീല് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷെ എന്നാലും എന്താ പറയുക, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ കൂടുതൽ നല്ല സ്ഥലങ്ങളിൽ ആളുകളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജസിൽ കൂടുതൽ ഇത് വരാറുണ്ട്. ലൈക്ക്
ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നൊക്കെയുള്ളത്. കമ്മിങ് ബാക്ക് ടു സ്പാ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇരിക്കണമെന്ന് പറഞ്ഞല്ലോ, ഇനിയും കുറേ അടിപൊളിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ലൈക്ക് പ്രശാന്ത് അലക്സാണ്ടർ, ശ്രീകാന്ത് മുരളി, സിദ്ധാർത്ഥ് ഭരതൻ, വിജയ് മേനോൻ സാർ, കുറച്ചധികം പേരുണ്ട്. അപ്പൊ അവരും കൂടി വന്നാൽ എനിക്ക് തോന്നുന്നത് ഫുൾ നിറയും, നമ്മളുടെ ഈ സ്പേസ് ഇല്ലാതെ ആവും. ക്ലാസ് റൂം വേണ്ടി വരും. അപ്പൊ ഈ സ്പാ എന്ന് പറയുന്ന മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ സൂപ്പർ സ്റ്റാർ താരങ്ങൾ അല്ലെങ്കിൽ വലിയ മറ്റേ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ആക്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ മറ്റേ മാസ് മസാല അങ്ങനത്തെ ഒരു പടമല്ല. ഇത് ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റുകളുടെ ട്രൂലി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമുള്ള ഒരു എന്താ പറയുക ഒരു നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പായിൽ വന്ന് നിങ്ങൾ റിലാക്സ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഒരു റിജുവിനേഷൻ തെറാപ്പി നിങ്ങൾക്ക് തിയേറ്ററിലൂടെ ലഭിക്കും. അതാണ് സ്പായുടെ ഒരു പ്രത്യേകത, വിത്ത് ഗ്യാരണ്ടീഡ് പെർഫോമൻസ് ഓഫ് എന്താ പറയുക അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ. അതാണ് സ്പായുടെ ഒരു പ്രത്യേകത. പിന്നെ ബ്രിക്ഷൈൻ സാറിന്റെ മൂവിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും പക്ഷെ ഇതൊരു പുതിയ അനുഭവം ആയിരിക്കുന്ന ഉറപ്പാണ്. കാരണം ഈ മറ്റേ പുതുമയുള്ള സബ്ജക്റ്റ് ഇന്ന് വരെ ആരും പറയാത്ത സബ്ജക്റ്റ് അങ്ങനത്തെ കാര്യമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊരു റിലാക്സേഷൻ ആയിരിക്കും. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വന്നിട്ട് സ്പാ എന്ന് പറയുന്ന മൂവി കാണുമ്പോൾ അതിൽ ഹ്യൂമറിന്റെ അംശമുണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, കുറച്ച് ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ ഇപ്പൊ ഈ കാണുന്ന പോലെയാണ്. സാധാരണ എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ പ്രൊമോഷൻസിൽ അല്ലെങ്കിൽ പ്രൊമോഷൻസിലൊന്നും ഒരു പടത്തിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വരാറില്ല. ഇന്നിപ്പോ കുറച്ചുപേരും കൂടി എത്തിച്ചേരാനുണ്ട്, അവരും കൂടി വന്നാൽ ഫുൾ കോറം തങ്ങി. അപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ചെയ്ത ഒരു പടമാണ് സ്പാ. അപ്പോൾ 12-ാം തീയതിയാണ് നമ്മുടെ പടം റിലീസ്. അതാണ് നമുക്ക് പറയാനുള്ള മെയിൻ വിശേഷം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂവിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നത്. എനിക്ക് വിഷമം പറഞ്ഞാൽ ഓരോരുത്തരും ചോദിക്കാൻ പറ്റുള്ളൂ ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വിളിക്കണമെങ്കിൽ ഇത് ഇന്റർവ്യൂ അല്ല, പാട സമ്മേളനം എന്ന് പറഞ്ഞു. അത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിന് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു 1-2 കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. എപ്പോഴും നമുക്ക് സാറിന്റെ വർക്കിൽ ആർട്ട് എല്ലാ മേഖലയിലും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ടീം വർക്കാണ് സിനിമ. നമ്മൾ ഭയങ്കരമായിട്ട് എടുത്ത് പറയും, ഇതിന്റെ അപ്പൊ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ സെറ്റിട്ടാണെന്ന് പറയില്ല. അത് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്പായിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം വെൽക്കം ചെയ്യുന്നത് അവിടുത്തെ ഒരു നേരത്തെ ഒരു സംഗീതമായിരിക്കും. ഒരു പക്ഷെ ഒരു ചൈനീസ് ഒരു ഇതൊക്കെയുള്ള അതിന്റെ ഒരു സ്മെല്ല്, ആ ഒരു കാൻഡിൽസിന്റെ ആണ് എന്താണ് ആ ഒരു സ്മെല്ല്, അത്തരം ഒരു മ്യൂസിക് ആയിരിക്കും. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു മൂഡിലേക്ക് ഷിഫ്റ്റ് ആവും. ഇപ്പൊ സത്യത്തിൽ ഞാൻ ഈ സ്പായുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനൽ സ്പായിൽ തന്നെയാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് ഇതിന്റെ സെറ്റ് വർക്കാണെന്ന് പോലും അറിയുന്നത്. കാരണം അത്ര നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ഒരു സ്പായുടെ ഉൾവശം അത്രയും മനോഹരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ശ്രുതി എന്താണ് തോന്നിയത് അതിനെ കുറിച്ചിട്ട്, ലൈക്ക് അബൌട്ട് ദ സെറ്റ്, ലൈക്ക് വി ഷോട്ട്? വളരെ ഒരു ഷോർട്ട് ടൈമിലാണ് സെറ്റുള്ള മൊത്തത്തിൽ അത് ഫുൾ സെറ്റായിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പടം കാണുമ്പോൾ യു വിൽ നോട്ട് നോ ദാറ്റ് ഇറ്റ് ഇസ് എ സെറ്റ്. ശരിക്കും ഒരു സ്പാൻ്റെ പോലെ തന്നെയാണ്, ഒരു സലോണിൻ്റെ പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ. ഒരു എന്താ പറയുക, എല്ലാവരും ഇവിടെ ഇരുന്ന് എല്ലാവരും ക്രിയേറ്റീവാണ്. അപ്പോൾ ഓരോന്നിങ്ങനെ ഇട്ടപ്പെട്ട് സീനിലായാലും ശരി, ചായ കുടിക്കുന്ന സമയത്തായാലും ശരി, ഭക്ഷണം കഴിക്കാൻ, ഇറ്റ് വാസ് ജസ്റ്റ് എ ലോട്ട് ഓഫ് കുറേ ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് ആൻഡ് കുറേ ഒരു എന്റർടൈനിങ് ആയിരുന്നു ഫുൾ മൊത്തത്തിൽ. ഞങ്ങളിവിടെ പടം ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ്, പടം ഷൂട്ട് ചെയ്യാണ്, അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. നമ്മൾ എല്ലാ ദിവസവും പോയിരിക്കും, 21 days എല്ലാ ദിവസവും നമ്മളവിടെ പോയിട്ടിരിക്കും. എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബഹളം വെക്കും. മനസ്സിലാക്കുന്നു, അത് സാധാരണ നമുക്ക് ഷൂട്ടുള്ള ദിവസം മാത്രമല്ലേ നമ്മൾ പൂള 2 ദിവസം ചില ദിവസം അവിടെ ജസ്റ്റ് പോയൊന്ന് സെറ്റിലിരിക്കും. എന്ത് വേണം പറഞ്ഞാലും നമുക്ക് സെറ്റാക്കി തരും. സഞ്ജു വൈപ്പനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസർ, ഓൾസോ ആണ് പ്രൊഡ്യൂസർ. എന്ത് വേണമെങ്കിലും ചേട്ടാ താമസം മാറ്റി. പിന്നെ വേറൊരു സംഭവം, ഞങ്ങള് ഇത്രയും ഗേൾസ് ആണല്ലോ പോസ്റ്ററിൽ കാണുന്ന പോലെ. അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഒരു സൗഹൃദം ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഷൂട്ടിന്റെ ഒരു 2 ദിവസം മുന്നേ ആണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കാണുന്നത്. അപ്പൊ നമുക്ക് തമ്മിൽ ആ ഒരു സൗഹൃദം ഇല്ലാതെ നമ്മൾ അഭിനയിച്ച് തുടങ്ങണ്ട, നിങ്ങൾ ആ സൗഹൃദം ഫേക്ക് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കാം സാർ ഇങ്ങനെ ഞങ്ങളോട് പറയും, നിങ്ങൾ ചുമ്മാ ഇതിലൊക്കെ വർത്താനം പറഞ്ഞിരിക്കേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ആദ്യത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴാണ് ഞങ്ങൾ പരസ്പരം അറിയുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേ അതിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മൾ ഇടിപൊടി ബന്ധായി, ഭയങ്കര രസമായി. പിന്നെ തലക്കറി ഇരിക്കുന്നൊരു നമ്മുടെ
സാർ അത്യാവശ്യം എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ടൈം പങ്ക്ച്വാലിറ്റി എല്ലാം നോക്കുന്ന ഒരാളാണ്. അതിന് കാരണമുണ്ട്. ഇല്ലല്ല, അതിന് കാരണമുണ്ട്. ആ പറഞ്ഞത് ഒന്നുമില്ല. സാർ ഒരു ഇന്റർവ്യൂവിന് വീട്ടിലേക്ക് വിളിച്ചു. ഷാർപ്പ് 5 o'clock. ഞാൻ പറഞ്ഞപ്പോ 5:05. സാർ എവിടെയാണ്? ഞാൻ ഓൺ ദ വേ ടു പനമ്പള്ളി നഗർ. 5:05 5 മണിക്കൂറുള്ള ഒറ്റ പോയി. അതേപോലെ ഒരു ഡിസിപ്ലിൻ ഏറ്റവും പങ്ക്ച്വാലിറ്റി ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ തെറ്റി അല്ലേ? ഇവിടെ ഇല്ല, 10 മണിക്ക് ഞാൻ അവിടെ കറക്റ്റ് ടൈം. എന്റെ ടൈമിനൊന്നും വ്യത്യാസം വരില്ല. അതേപോലെ ഈ സാറ് കറക്റ്റല്ലേ, സാറ് ബ്ലോക്ക് തിരിച്ചു പോകും. അതില്ല, അതേപോലെ സാർ നീ 5:05 5:15 വന്നു കേട്ടാ. അതും കൂടെ പറയട്ടെ. അല്ല ഇവിടുത്തെ വീട്ടില് വന്ന് ബോംബെ പോലെ ആയി ഇപ്പൊ കൊച്ചി. ഒരു ഹിന്ദി പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ഇതും കേട്ടു. ചായ വേണമെന്നല്ല ചോദിച്ചതായിരിക്കും. അതെ ചായ അത് പഠിപ്പിച്ചു. ഈ കൂട്ടത്തിൽ ഏറ്റവും പങ്ക്ച്വാലിറ്റി ഉള്ള മറ്റൊരാളാണ് ഞാൻ ഞാനായിരിക്കും. ശ്രീജ. Yes. ശ്രീജ. യെസ് 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 യെസ്. ഏറ്റവും മടിയനായിരുന്നു ജോയ് ചേട്ടൻ. ശ്രീലക്ഷ്മിക്കാണോ മടി? എന്താ മടി? ഒരൊറ്റ കാര്യം വിട്ടുപോയി. നമ്മുടെ ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞതിലെ ആർട്ട് മേക്കപ്പ് ഇതിൽ നമ്മൾ ക്യാമറയുടെ പുറകിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു സിനിമയാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്, എന്നെ ഷൂട്ട് ചെയ്യാന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. വൈ? ബിക്കോസ് ആ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ദേ വോണ്ട് ഇവൻ ഡിസ്റ്റർബ് യു, ലൈക്ക് ദേ ഹാവ് സെറ്റപ്പ് എവറിത്തിങ്. അപ്പോൾ അവർ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ആർട്ടിസ്റ്റ് വന്നാലും ചെറിയ ആർട്ടിസ്റ്റ് വന്നാലും നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കും. ഇതാണ് എൻ്റെയൊക്കെ ഒരു സിസ്റ്റം. അപ്പോൾ അമിത്ജീനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 7 മണിയിൽ നിന്ന് അദ്ദേഹത്തിന് സമയം കൊടുക്കുന്ന സമയത്ത് നമ്മൾ 5 മണിക്ക് ഇതേ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള യൂണിറ്റിലൊരു പയ്യനെ വെച്ച് ലൈറ്റപ്പ് ചെയ്തതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ നിർത്തുക. അദ്ദേഹം വന്നിട്ട് അവിടെ നിന്നാൽ മതി. അദ്ദേഹം കറക്റ്റ് 6:55 അവിടെ എത്തും വിത്ത് മേക്കപ്പ്. അപ്പോൾ 7 മണിക്ക് കറക്റ്റ് ഷോട്ട് എടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ്? അതിനാണ് ഈ ക്യാമറമാൻ എന്ന് പറയുന്ന പാർട്ടീസ് ഇവരിതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. ഞാനല്ല ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെയും ഈ ടീം എന്ന് പറയുന്നത്. പല സംഭവങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ക്യാമറ അവിടെ ഉണ്ടെന്നുള്ളത്. അതില്ലാത്തപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ കൂടും. നമുക്ക് ഈ ക്യാമറ ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ളത് ഒരു ഫീല് കിട്ടിയാൽ ലിറ്റിൽ ബിറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അവിടെ വരുന്നുണ്ട്. അത് നോർമൽ. ഇപ്പം വാട്ട് ഷീസ് ഡൂയിങ് ദ ഫസ്റ്റ് ടൈം ഫിലിം ഷൂട്ടിങ്, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഷീ വിൽ ഫീൽ ജിട്രി. പക്ഷെ അത് ഇവർ ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നിയില്ല ദേ മേക്ക് യു ടു അവരുടെ പ്രസൻസ് അവിടെ ഞാൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ പടത്തിനകത്ത്. എന്തായാലും ഇതിന്റെ പുറകിൽ സിനിമയ്ക്ക് ഒരുപാട് പേര് ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട്. ഇത്രയും നല്ലൊരു വർക്ക് ഇതേപോലെ ആക്കി തന്നതിന്. എന്തായാലും ക്യാരക്ടർ എന്തായാലും ഈ സ്പായിൽ അലമ്പ് കാണിക്കുന്നവരെ തല്ലാൻ എല്ലാവരും ഇവരെ പ്രൊട്ടക്ട്, അതായത് ഇവരെ സേഫ് ചെയ്യുന്ന ഒരാളാണ്. വ്യത്യസ്തമായിട്ടൊരു സാധനം ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു സിനിമയാണ്. എന്താ പറയാ, എല്ലാവരും ആ ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വീണ്ടും കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും. എന്തായാലും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഗംഭീര ടീം വർക്ക്. ഓഡിയൻസ് അങ്ങനെ ആവട്ടെ, ഓഡിയൻസ് അങ്ങനെ നമ്മൾ പടം ചെയ്തിട്ട് നമ്മൾ വൻ സംഭവമാണ് നമ്മൾ തന്നെ ഇരുന്ന് പറയുന്നതല്ല ഒരു കാര്യമില്ല. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തിരിക്കുന്നു. ബാക്കി നമ്മൾ ഒരു കാര്യം പറയണം. നമ്മളിപ്പോ മൂവി ഇപ്പൊ ചോദിച്ചല്ലോ ക്യാരക്ടർ എന്താ, സമത് ക്യാരക്ടർ ചോദിച്ചല്ലോ. ഇപ്പൊ എന്റെ മൂവി പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ പറയും എന്റെ ക്യാരക്ടർ ഡിഫറെന്റ് ആണ് എന്ന് പറയും. പക്ഷെ അതിലപ്പുറം നമുക്കിതില് ഒരു ജഡ്ജ്മെന്റ് ആണ്. ഇപ്പൊ സാറിന് പേടി, പോലീസ് ഓഫീസറാണ്, വിനീത് ഏട്ടൻ ഇതുപോലെ ഭയങ്കര ടഫാണ്. അതിനെല്ലാം പൊളിച്ചടക്കിയിട്ടാണ് ശരിക്കും എല്ലാവരുടെയും എല്ലാ ക്യാരക്ടേഴ്സിനും ശ്രീകാന്ത് മുരളി ചേട്ടനൊക്കെ നമുക്കൊരു ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ടോ ചേട്ടൻ ഇതായിരിക്കും. പക്ഷെ അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ക്യാരക്ടർ എല്ലാം നമ്മൾ ടിപ്പിക്കലി കാണുന്ന ക്യാരക്ടേഴ്സ് എല്ലാം പ്ലേ ചെയ്ത് എല്ലാതും മറിച്ചിട്ടാണ്. ഒരു ഹ്യൂമർ ലൈനാണ് പടം. അതിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു സ്പൈയുടെ പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇത് ഏത് തരം ഓഡിയൻസിനാണ് 18 plus. 18 plus you. 18 plus. ഇപ്പൊ തരം പടം തെളിയിച്ച് ഇത് നമ്മള് 18+ എന്ന് നമ്മളുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു ഇതുകൊണ്ട് അഭാവം പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ 18+ മനസ്സിലാവുന്ന കാര്യങ്ങൾ അതിലും പെട്ടെന്ന് മനസ്സിലാവും. അവരിങ്ങോട്ട് പഠിപ്പിച്ചു. അപ്പോ ഇത് അങ്ങനെ എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ നിയമം അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ ഇത് 18 അഡൽട്ട് കോമഡി ആയതുകൊണ്ട് അങ്ങനെയാണെന്നുള്ളത്. ഫിലിം ഇതൊരു മറ്റേ ഒബ്സീൻ അങ്ങനെയുള്ള ഒരു ഫിലിമേ അല്ല, ഇതൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. Out and out entertainment. അപ്പൊ എന്തായാലും ഈ പടം വൺ ഹിറ്റ് ആവട്ടെ. എന്തായാലും നമ്മൾ ഇനി ഒരു സക്സസ് പാർട്ടി വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. Thank you.